വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കുറേ ആയിട്ട്, അതായത് ചാനൽ തുടങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര തന്നെ കമൻസിൽ നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഒരു അവകാശമാണ്. കാരണം ബുക്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പബ്ലിക്കേഷൻസിൻ്റെയാണ്, എത്രയാണ് റേറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ കമൻസിന് റിപ്ലൈ കൊടുത്ത് എനിക്ക് മടുത്തത് കൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് ഏതൊക്കെ ബുക്സാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ കമൻസ് എന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ കോവിഡിന് മുമ്പാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. PSCയിലോട്ട് വന്ന് കുറച്ച് മന്ത്സ്, ഞാൻ ഒരു 2-3 മന്ത്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് വന്ന് ഞാൻ കോച്ചിങ്ങിന് ചേർന്നു. പക്ഷേ കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം നമ്മളെ ഒരുപാട് പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്ന പോലെ എനിക്ക് അവിടെ തോന്നി. അപ്പോൾ നിർത്താനുള്ളൊരു വഴി അന്വേഷിച്ച് നിൽക്കുമ്പോഴായിരുന്നു കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരെയും പോലെ ഞാനും 2 വർഷം വീട്ടിലിരിക്കുകയാണ് ചെയ്തത്. ആ ടൈമിലൊന്നും കാര്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെയുള്ള ചിന്തയൊന്നും നമുക്ക് പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും PSCയിലോട്ട് വരുന്നത്. അപ്പോൾ പഠിച്ചൊരു എക്സാം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം വരും, പഠിക്കും, നിർത്തും, പോവും, ഒരു എക്സാം എഴുതും, എന്തെങ്കിലും പഠിക്കും, നിർത്തും, പോവും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വർക്കിന് കയറി, അതെനിക്ക് സെറ്റാവാതെ ഇരുന്നപ്പോൾ ഞാൻ അത് നിർത്തി. വീണ്ടും ഇതിലോട്ട് തന്നെ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് എവിടെ പോയാലും ലാസ്റ്റ് ഇവിടെ തന്നെ എത്തുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഇത്, നമ്മളിവിടെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ BSc മതി എന്നുള്ളൊരു ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ LDC വരുന്നത്. അപ്പോൾ LDC വരുന്ന സമയത്ത് എനിക്കൊരു ബേസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷെ എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊന്നും അറിയാൻ മേല. അപ്പോൾ നമ്മൾ ഈ LDCക്ക് ഞാനൊരു 3 to 4 months ആണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചു. പക്ഷെ എന്തോ അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് എൻ്റെ ഒരു ടെൻഷനും അല്ലെങ്കിൽ നമ്മുടെ ഒരു റിവിഷൻ്റെ കുറവും അതുമൊക്കെ കൊണ്ട് ഒരു ബിഗിനർ ഫേസ് ചെയ്യേണ്ട എല്ലാം ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ LDC നിർത്തിക്കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് കിട്ടാത്തതിലുള്ള വിഷമം കേട്ടോ, ഡിപ്രഷനല്ല, എന്നാലും കിട്ടാത്തതിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ആയി ഞാൻ കുറേ നിർത്തി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും തന്നെ മതി എന്നുള്ള രീതിയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് VFA, അതുപോലെ തന്നെ BEVCO LD, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഇതിലേതെങ്കിലും ഒന്ന്, കൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും ചെറുതായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതും നോക്കുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, BEVCO LD, VFA. ഓക്കെ, VFA ആണ് കുറച്ചുകൂടെ എനിക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ അതിന് വേണ്ടി പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയായാലും ഈ ഒരു വർഷം ഇനിയിപ്പോൾ ഇതിനു വേണ്ടി തന്നെ നിൽക്കാം എന്നുള്ളൊരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇത് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇയർ പറയാനായിട്ട് എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പേര് എനിക്ക് എത്ര പ്രായമായി, ഞാൻ ഏജ് ഓവർ ആവാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഏജ് ഓവർ ആവാറായിട്ടൊന്നും ആയിട്ടില്ല. എനിക്ക് ജസ്റ്റ് 25 years old ആയിട്ടുള്ളൂ. ഞാൻ 25 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പഠിച്ച് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ന്യൂ SCERTൻ്റെ ഇതുള്ള ബുക്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആമസോണിൽ നോക്കിയ സമയത്ത് ഇതിൻ്റെ തന്നെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് PSC പള്ളിക്കൂടത്തിൻ്റെയാണ്, SCERTയുടെ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസ് ആൻഡ് IT ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് അവർ പറഞ്ഞ പോലെ 170 മോഡൽ ക്വസ്റ്റ്യൻസ് പ്ലസ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിക്കുന്ന സമയത്ത് 400 സംതിങ് ആയിരുന്നു, 470 സംതിങ് ആയിരുന്നു ഞാനത് മേടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് 2023 ഇറങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ബുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ മേടിക്കണം എന്നുള്ളവർ, മേടിച്ചവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്നും എൻക്വയറി ചെയ്തിട്ട് മേടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് SCERT ഇല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ SCERT ആണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ്, എല്ലാത്തിൻ്റെയും മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 5 to 10 ആണ് വരുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ അത്യാവശ്യം എല്ലാം ഉണ്ട്. നമ്മുടെ 10th എല്ലാം
ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രം അതുപോലെ തന്നെ 8, 7, 5 എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് നല്ലൊരു ബുക്കായിട്ടാണ് കേട്ടോ തോന്നിയത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. നമ്മൾ ഇത് മാത്രം പഠിച്ചിട്ട് നിൽക്കാതെ നമ്മൾ ഇതിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഇതിൽ 10th മുതലാണ് കേട്ടോ തുടങ്ങുന്നത്. 5 മുതലല്ല ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത്. ഇതിൽ 10th മുതലാണ് കേട്ടോ. ക്ലാസ് 10th മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഇതിലിങ്ങനെ ഷോർട്ടാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് PSCക്ക് എന്താണ് ആവശ്യം അതിനുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഒരു 3-4 പേജാണ് ഉള്ളത്. അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ SCERTയുടെ ഒരു PDF എടുക്കുക. SCERTയുടെ മീൻസ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു PDF എടുക്കുക. അപ്പോൾ നമുക്ക് സമഗ്ര അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്തതിന് ശേഷം ഇതിൽ വിട്ടുപോയിട്ടുള്ള വല്ല പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട്സിൽ എഴുതുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതുക. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് PDF വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇതാദ്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ആ ഒരു PDF കൂടെ വായിക്കും. ഇനിയിപ്പോൾ എന്തായാലും ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം, കാരണം ചാപ്റ്റേഴ്സൊക്കെ കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അല്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത്രയും കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എല്ലാം ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ബുക്കാണ്, എല്ലാം അങ്ങനെ മോശം പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം അത്യാവശ്യം നല്ല പോയിന്റ്സ് ആയിട്ട് ഷോർട്ടായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആവശ്യമുള്ളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് സയൻസ് ആണ്. IT. ഓക്കെ, IT നമ്മുടെ അതുപോലെ ഇതാണ് സയൻസ് ആൻഡ് IT. ഓക്കെ, ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം ഇത് തന്നെയാണ്. നമ്മുടെ ബയോളജി അതുപോലെ സയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബയോളജി, സയൻസ്, IT കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവരതൊന്ന് ഷോർട്ടാക്കിയൊക്കെ വന്നപ്പോഴേക്കും തണ്ടോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് PDF ഒക്കെ വായിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. PSC കാര്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഓൾറെഡി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ട്. ഇതൊക്കെ സയൻസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്ടോ IT നമ്മുടെ കാര്യങ്ങളൊക്കെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 9th ഭാഗം 1 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഇത് മേടിക്കണ്ട, ഇത് 2023 ആണ്. അപ്പോൾ ഇനി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 24 അവർ ലാസ്റ്റ് ഡിസംബറൊക്കെ ആയിട്ടാണ് പബ്ലിഷ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട ചാപ്റ്റേഴ്സും കാര്യങ്ങളും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക. ആരെങ്കിലും മേടിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മേടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് SCERTയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇത് മേടിക്കേണ്ട, ഇത് 2023 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫയലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 2021 റാങ്ക് ഫയൽ ഉണ്ട്. അത് മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടു. അത് മതി എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റ്സ് കണ്ടു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2021 ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രിലിംസ് മെയിൻസ് എന്നുള്ള പരിഷ്കാരങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് കൊണ്ടുവന്നതിന് ശേഷം സിലബസിൽ മാത്രമല്ല, ബുക്സിൽ മാത്രമല്ല, ചോദിക്കുന്ന ചോദ്യങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പണ്ടൊന്നും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇല്ല, 1 വേർഡ്, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, ഇതായിരുന്നു പണ്ടത്തെ ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല. ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന റാങ്ക് ഫയലുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് 2021 റാങ്ക് ഫയൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിർബന്ധമില്ല, നിങ്ങൾക്ക് റാങ്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട, ആരുടെ അടുത്തെങ്കിലും ചോദിക്കുക, അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം മേടിച്ചാൽ മതി. മേടിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ അതിൻ്റെ രീതിയിൽ പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഇപ്പോൾ ഉള്ള ചോദ്യങ്ങൾ എങ്ങനെയാണോ ചോദിക്കുന്നത് അതിന് ഉത്തരങ്ങൾ കൊടുക്കാനുള്ളതിനായിട്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 2024 റാങ്ക് ഫയൽ ഉണ്ട്, അത് പോരെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2024 ഉണ്ടെന്ന് പറയുന്നത് ധാരാളം മതി. LECയുടെ റാങ്ക് ഫയലൊക്കെയാണ്, ധാരാളം മതി. കാരണം എക്സ്ട്രാ ഇല്ലാത്ത പോയിന്റ്സ് ടെലിഗ്രാമും യൂട്യൂബും നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിച്ചാൽ മതി. അപ്പോൾ 2024 ആണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അത് തന്നെ ധാരാളമാണ്. ഡിഗ്രി ലെവലിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിലില്ലാത്ത കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും എക്സ്ട്രാ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബും കാര്യങ്ങളും നോക്കി സിലബസിനനുസരിച്ച്, ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു, സിലബസിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സിലബസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ.
റിവിഷൻ മെത്തേഡ് പറയുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. റിവിഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിവിഷൻ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പല അക്കാദമികളും സാർമാരൊക്കെ പറയും പോലെ സൺഡേ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കൂ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവിഷൻ ചെയ്ത് പോകണം. അല്ലാതെ നമ്മൾ ആഴ്ചയുടെ അവസാനം കൊണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്കത് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നന്നുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവിഷൻ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ എത്ര സമയമാണോ ഇരുന്ന് പഠിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 1 അവറോ ആയിട്ട് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ. അങ്ങനെ മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പോകും. പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വീക്ക്ലി റിവിഷൻ. ഓക്കെ. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആവും. അപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ന് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി തന്നെ അത് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം കിടക്കുക. പിറ്റേ ദിവസം വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനെടുക്കുന്ന സമയത്ത് ഈ ആമുഖം ഒന്ന് ഓട്ടിച്ച് വായിക്കുക. ഒന്ന് കണ്ണോടിച്ച് വായിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ ഒന്ന് ഓട്ടിച്ച് വായിക്കുക. ഓട്ടിച്ച് വായിച്ചതിന് ശേഷം നമ്മളത് പഠിക്കുക. പിന്നീട് വീക്ക്ലി വൺസ് ഓക്കെ അവസാനം ഒന്ന് നമ്മൾ ഞായറാഴ്ചയോ അങ്ങനെയുള്ള ഒരു ടൈം നിങ്ങൾ ശനിയാഴ്ചയോ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോഴും പഠിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഇമ്പ്രൂവ് ആവും. ഓക്കെ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. PSCയിൽ പഠിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാണ് റിവിഷൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം. റിവിഷൻ ഇല്ലാതെ നമ്മൾ എവിടെയും എത്തില്ല. ഓക്കെ. റിവിഷൻ ചെയ്യാൻ മടിയുള്ളവർ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ അപ്പോൾ എൻ്റെ റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് ഞാൻ റിവിഷൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയിൽ വായിച്ച് നോക്കാനായിട്ട് ടൈം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിച്ച് നോക്കാറും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നോട്ട് മേക്കിംഗ് ചെയ്യാറുണ്ടോ? നോട്ട് മേക്കിംഗ് ചെയ്യാറുണ്ട്. എന്തായാലും ചെയ്യണം. ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്ന നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാത്തിനും നോട്ട്സ് വെക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാത്തിനും ഉള്ള നോട്ട്സ് എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി തുടങ്ങിയതും എഴുതി പകുതിയായിട്ടുള്ള നോട്ട്സാണ്. ഓക്കെ. അപ്പോൾ ഓരോന്നിനും ഓരോരോ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എഴുതി പഠിച്ചിട്ടുള്ള ആ ഒരു ബുക്കാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ GK ആണ് കേട്ടോ. നമ്മുടെ GKയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത്. ഓക്കെ. GK കാര്യങ്ങൾ നമ്മളുടെ ഭരണ സംവിധാനം അതാണെന്ന് തോന്നുന്നു. ആ സംഭവങ്ങൾ സുപ്രധാന നിയമങ്ങൾ കേട്ടോ. ഭരണ സംവിധാനങ്ങളല്ല, സുപ്രധാന നിയമങ്ങൾ കാര്യങ്ങൾ ഇതിലാണ് ഉള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഇംഗ്ലീഷിൻ്റെയാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷിൻ്റെ നോട്ട്സാണ്. ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് പുതിയ നോട്ടാണ്. പഴയത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ. അതുപോലെ തന്നെ ഇത് മാത്സ്. ഓക്കെ. മാത്സിൻ്റെ ഇതും പുതിയ നോട്ടാണ്. അത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയ നോട്ടാണ്. ഇത് പഴയതൊക്കെ കഴിഞ്ഞു. ഓക്കെ. അടുത്തത് എന്താണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനാണ്. അതവിടെ PQ എന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താ? ഇത് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് കേട്ടോ. അതായത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുമല്ലോ. ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു നോട്ടാണ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ കണ്ടോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലൊക്കെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ അണക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ. അതൊക്കെ പഠിക്കുന്ന ആ ഒരു നോട്ടാണത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതും കറണ്ട് അഫയേഴ്സ്. ഇത് 2024 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ നോട്ടാണ്. അടുത്തത് ഇത് എക്കണോമിക്സിൻ്റെ നോട്ടാണ്. ഓക്കെ. ഇത് എക്കണോമിക്സിൻ്റെ നോട്ടാണ്. ഇതിലധികം ഒന്നും എഴുതിയിട്ടില്ല. ഇത് പുതിയൊരു നോട്ടാണ്. ഇതിലധികം ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത് എക്കണോമിക്സ്. അതുപോലെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കാണ്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നതിൻ്റെ ബുക്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കെന്ന് പറയുന്നത്. പിന്നെ ഇത് സയൻസിൻ്റെയാണ്. ഇതിലിപ്പോൾ ഫിസിക്സ് ആണ് കറൻ്റ്ലി ഞാൻ ഫിസിക്സിൻ്റെ ആണ് കേട്ടോ. അത് 2 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഇവിടെ നിന്ന് ഫിസിക്സും ബാക്കിൽ നിന്ന് കെമിസ്ട്രി ആയിട്ട് ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇത് ആക്ച്വലി ഇത് ഇംഗ്ലീഷിൻ്റെ പഴയ നോട്ടാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷിൻ്റെ കണ്ടോ. അത് കഴിഞ്ഞ നോട്ടാണ്. ഇതൊക്കെ കുറേ എഴുതി പഠിച്ച് കുറേ കഴിഞ്ഞ നോട്ടാണ്. ഓക്കെ. ഇംഗ്ലീഷിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷമാണ് പുതിയത് എടുത്തത്. ഓക്കെ. ഇത് ഈ ഒരു നോട്ട് ഇംഗ്ലീഷ്. ഇതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് കേട്ടോ. ഇതൊക്കെ സിലബസ് പ്രകാരം ഉള്ള ഫുൾ നോട്ട്സാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വീണ്ടും പഠിക്കാറുണ്ട്. അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ നോട്ട്സാണ്. ഇനിയിപ്പോൾ വേറെ നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ്
കംപ്ലീറ്റ് യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനൽസും നമ്മളുടെ റാങ്ക് ഫയലും എല്ലാം അതിലുണ്ട് കേട്ടോ. എല്ലാം കൂടെ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ നോട്ട്സ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു നോട്ടാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അടുത്തത് ഇത് നമ്മുടെ LDCയുടെ കഴിഞ്ഞല്ലോ. LDCയുടെ കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാനത് എഴുതി തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആവുന്ന സമയത്ത് യൂട്യൂബ് ചാനൽസിൽ നിന്ന് എടുത്തിട്ടുള്ള നോട്ട്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഇത്രയും റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് ആ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നോട്ട്സ് എഴുതി പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് നമുക്കത് എത്രത്തോളം മനസ്സിലാവുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നോട്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട്സ് എഴുതി തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ ആവുന്ന സമയം നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നോട്ട്സ് എഴുതും തോറും നമ്മൾ, കാരണം എഴുതുക മാത്രമല്ലല്ലോ, നമ്മൾ വായിക്കുകയും കൂടെ ചെയ്യും, അതുപോലെ കേൾക്കുകയും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് എഴുതുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എക്സാം സമയത്തൊക്കെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് ഫയലിലെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഓർത്തെടുത്തിട്ടുള്ളത് എൻ്റെ നോട്ട്സിലെ കാര്യങ്ങൾ, എനിക്ക് നോട്ട്സ് എഴുതി പഠിച്ചിട്ടുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഓർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് മേക്കിംഗ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് മേക്കിംഗ് ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്യണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാരി വലിച്ചെഴുതാനല്ല പറയുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി പഠിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ട്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും നോട്ട്സ് വൃത്തിയായി എഴുതി പഠിക്കുന്ന ഒരാളാണ്. നോട്ട്സ് എഴുതുന്ന ടൈമിൽ സകല ഇതും നോക്കും, റാങ്ക് ഫയൽ നോക്കും, യൂട്യൂബ് നോക്കും, ടെലിഗ്രാം നോക്കും. അതുപോലെ ഒരു സംഭവം ഞാൻ എഴുതി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ എഴുതി വെക്കും. ഇപ്പോൾ നമ്മൾ ഒരു പോക്സോ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്സോൻ്റെ ഞാൻ എഴുതി വെക്കും. എഴുതി വെച്ചതിന് ശേഷം, എഴുതി കഴിഞ്ഞതിന് ശേഷം പോക്സോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് ഞാൻ അതും എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് PQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും എഴുതി വെക്കും. ഓക്കെ, ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് CA എങ്ങനെ പഠിക്കുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. CA എന്ന് പറയുന്നത് നോട്ട്സ് എഴുതി പഠിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഒപ്പം തന്നെ പ്ലസ് ഒരു ബുക്ക് മേടിക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ LDC സമയത്ത് മേടിച്ചൊരു ബുക്കാണ്, സൈലത്തിൻ്റെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കാണ്. ഇതൊന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട്സ് എഴുതുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടെലിഗ്രാം ചാനൽസിലും കാര്യങ്ങളിലായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എഴുതുന്ന സമയത്ത് അന്നന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അന്നന്ന് എഴുതിയെടുക്കാനായിട്ടും അത് പഠിച്ചു പോകാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ബോറിംഗ് ആണ്, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കത്ര ബോറടിയും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ഉള്ളത് എഴുതി തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ആദ്യത്തെ ദിവസത്തെ ഇപ്പോൾ എഴുതാനുള്ള ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് ഇടുക, അത് പഠിക്കുക. അടുത്തതിൻ്റെ ഡേറ്റ് ഇടുക, അത് പഠിക്കുക. അങ്ങനെ ഒരു ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ പഠിച്ച് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ജനുവരി ഫെബ്രുവരി എല്ലാം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജനുവരിയുടെ തന്നെ January 1 എഴുതിയിട്ട് നമുക്കിപ്പോൾ ടെലിഗ്രാം ചാനൽസിലൊക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ PDF കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എഴുതുക മാത്രമല്ല, നമ്മൾ വായിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒരു ബുക്കും മേടിക്കുക. അപ്പോൾ ഇതിലില്ലാത്ത കാര്യങ്ങൾ ഇതിലുണ്ടാവും, ഇതിലില്ലാത്ത ഇതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എഴുതും വേണം, ബുക്കും മേടിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്നാണെന്നുള്ളൊരു ചോദ്യം. ഇത് പറഞ്ഞ് ഞാൻ മടുത്തൊരു ചോദ്യമാണ്. അതായത് ഉത്തരം പറഞ്ഞ് മടുത്തൊരു ചോദ്യമാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വൊക്കാബ്സ്പീഡിയ. ഓക്കെ, വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ്. പ്ലസ് വേറെ പേജുകളിൽ നിന്ന് ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. ഇത് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാം ഒന്നുമില്ല, കുറച്ചൊരു 10-40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് വൊക്കാബ്സ്പീഡിയയിൽ നിന്നാണ്, ഹെൽപ്ഫുള്ളാണ്. എല്ലാം നമുക്ക് ചോദ്യരീതിയും മാറിയിട്ടുള്ളത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. എല്ലാം ഉണ്ട് കേട്ടോ. ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ് പ്രിൻ്റ്, എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ ഇത് എത്ര രൂപയായിരുന്നു ചോദിച്ചത്. അറൗണ്ട് ഒരു 250 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. 250-300 ആ ഒരു റേറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുള്ള പോലെ ഇത് 4ആയിട്ട് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അങ്ങനെ 2ആയിട്ട് എടുക്കാതെ ഇങ്ങനെ ബുക്ക്ലെറ്റ് ആയിട്ട് പ്രിൻ്റ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പൈസ സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്.
തന്നെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം LDCയുടെ ടൈമിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു 3-4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വൊക്കാബ് സ്പീഡിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 250 റുപ്പീസ് സംതിങ് ആണ് ആയിട്ടുള്ളത്. 300ൻ്റെ ഉള്ളിലാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഈ PYQൻ്റെ ബുക്സ് എവിടെ നിന്നാണ്, ഇത് ഏത് പബ്ലിക്കേഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബെസ്റ്റ് അക്കാദമി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 700 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിത് മേടിക്കുന്നത് ഒരു 2023 2023ൻ്റെ പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 700 സംതിങ് ആണ്. അന്ന് ഇത് ആമസോണിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് എനിക്ക് അവർ കൊറിയർ വഴി അയച്ചു തരാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. 700 സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത്. ഇത് ഒരു നമുക്കൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന് ഒരു ക്വസ്റ്റ്യന് തന്നെ ഇത്രയും ആൻസേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. ആ 4 ഓപ്ഷനും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. വളരെ നല്ലൊരു ബുക്കാണ്. ഓക്കെ, ഇത് ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 3 വോളിയം ആയിട്ടാണ് കേട്ടോ വരുന്നത്. 3 വോളിയം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഇല്ല. ഇത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇതിൽ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതിൽ അങ്ങനെ റിലേറ്റഡ് ഫാക്ട്സ് ഇല്ല. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിൽ റിലേറ്റഡ് ഫാക്ട്സ് വരുന്നുണ്ട്. കണ്ടോ ഇതിൽ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് നോക്കിയിട്ടുള്ളൊരു ബുക്കാണ്. ഒരു വർഷമായിട്ട് ഇതിപ്പോൾ നോക്കുന്നതും അതുപോലെ തന്നെ LDCയുടെ സമയത്തൊക്കെ നന്നായി നോക്കിയിട്ടുള്ളൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബുക്കാണ്. മേടിക്കണമെന്നുള്ളവർക്ക് മേടിക്കാം, മോശമൊന്നുമില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ നമ്മളുടെ എന്താ പറയുക ഓരോ അക്കാദമിയുടെയും അതുപോലെ തന്നെ ഓരോ ചാനൽസിൻ്റെയും മോക്ക് ടെസ്റ്റായിട്ട് ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അവർ ഇറക്കുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്കതെന്തോ അത്ര കംഫർട്ടബിളായിട്ടോ എനിക്കത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെയാണ് ഞാൻ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇത് ഒരു ദിവസം ഒരെണ്ണം വീതം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കും, തെറ്റിയത് പഠിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അല്ലാതെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാദമി ഇറക്കുന്നതോ ഒരു ടെലിഗ്രാം ചാനൽ ഇറക്കുന്നതോ ആയിട്ടുള്ള ഒരു ഇതിപ്പോൾ ചെയ്യുന്നില്ല. കാരണം എനിക്കത് അത്ര എഫക്റ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നോ. പിന്നെ ചിലവർ പറയുന്നുണ്ട് നമ്മുടെ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അതിൽ വരുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും വലിയ ഇതില്ല കേട്ടോ. കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് തന്നെ, പ്രീവിയസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങിയതുണ്ടോ, അതൊക്കെ 2024 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ വായിക്കുന്ന സമയത്ത് ഭയങ്കര ടഫായിട്ടും ഭയങ്കര എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് എനിക്കത് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ കുഴപ്പമില്ല. അപ്പോൾ തെറ്റിയത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മാറി വരുന്ന ഒരു പാറ്റേണും നമുക്ക് എങ്ങനെയാണ് ഇതെന്നുള്ളത് നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ബുക്സാണ് പഠിക്കുന്നതെന്നുള്ള ചോദിച്ചു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിനെ കുറിച്ചുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും വീണ്ടും കമൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൽ വരുന്നത് 4 വോളിയം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ്ടോ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ 4 വോളിയം ആയിട്ടാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കേരള അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ കാര്യങ്ങൾ. ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 2012 മുതൽ 22 വരെയുള്ള UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് 2024 എഡിഷൻ ആണ്. ഇതിൽ പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിലെന്ന് പറയുന്നത് വോളിയം 2 നമ്മുടെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, സയൻസ് കാര്യങ്ങൾ അങ്ങനെ. ഇതിൽ വോളിയം 4 വരുന്നത് കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചു. ഇതിൻ്റെ റേറ്റ് 1700 സംതിങ് ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ 1700 സംതിങ് ആണ് ഇതിൻ്റെ 4 എണ്ണത്തിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കറൻ്റ്ലി ഉള്ള റാങ്ക് ഫയലിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയുള്ള എൻ്റെ ഉള്ള റാങ്ക് ഫയൽ എന്ന് പറയുന്നത് 2022-23 ആ ഒരു ടൈമിലുള്ള റാങ്ക് ഫയലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ടെലിഗ്രാം പ്ലസ് യൂട്യൂബ് പ്ലസ് സെൽഫ് നോട്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് ഡിഗ്രി ലെവലിന് മാത്രമല്ല, നമുക്കൊരു +2 ലെവലിനായാലും 10th ലെവലിനായാലും അതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുത്തിട്ട്
നമുക്ക് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ബുക്കാണ്. ഞാനിപ്പോൾ ഇതാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ വോളിയം 1 ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇപ്പോൾ കറൻ്റ്ലി നോക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി, അല്ലാതെ എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി, എല്ലാം വേണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി വെച്ചിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, എപ്പോൾ എങ്ങനെ ചോദിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിക്കുന്നത് ഇത് എന്നല്ല, ഒരു 2023 ലെവലിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതിയാവും. ഓക്കെ, പിന്നെ വെറുതെ റാങ്ക് ഫയൽ മേടിച്ച് കൂട്ടുമൊന്നും വേണ്ട. ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡിഗ്രിയുടെ റാങ്ക് ഫയലാണ്, ലക്ഷ്യയുടെയാണ്. 1700 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, മാത്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാത്സിന് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് ആപ്പാണ്, യൂട്യൂബ് ചാനൽസ് ആണ്. അതിൽ മെയിനായിട്ട് ട്രിക്ക് ടേൺ എന്ന് പറയുന്ന ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്ലസ് റാങ്ക് ഫയൽ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ തന്നെ ചാനൽസ് കാണാറുണ്ട്. ജാഫേഴ്സ് PSC എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അത് കാണാറുണ്ട്. പിന്നെ കുറച്ച് പേര് ഓർത്തെടുക്കാൻ പറ്റാത്ത കുറച്ച് ചാനൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കറൻ്റ്ലി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ റാങ്ക് ഫയൽ പ്ലസ് PQ അങ്ങനെയാണ് ചെയ്യുന്നത്. മലയാളം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഇംഗ്ലീഷും മലയാളമൊക്കെ ഓർത്ത് വെക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എഴുതി പഠിക്കുക. ഓക്കെ, മലയാളമൊക്കെ നമ്മുടെ ഈ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക തന്നെ വേണം, അല്ലാതെ വായിച്ച് പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ പലരും പല ഇതൊന്നും വരുന്ന ആളുകളാണ് അല്ലേ. ചിലർ ഇംഗ്ലീഷ് മീഡിയം, ചിലർ മലയാളം മീഡിയം, ചിലർക്ക് മലയാളം അറിയില്ല, ചിലർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വായിച്ചും എഴുതിയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. മാത്സ് എന്ന് പറയുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരുവിധം ബുക്സിൻ്റെ കാര്യം ഞാൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനായിട്ട് നോക്കിയത്. കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് കുറച്ച് ആൻസർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം കമൻറ്റ്സിൽ ഒരുപാട് വരുന്നുണ്ട്, എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് മതിയായി. കാരണം സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമ്പോൾ അതൊരു ഒരു ഇതായി. അപ്പോൾ ഞാൻ ശരി, ഓക്കെ, എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക്